ഹായ് ഫ്രണ്ട്സ്, ട്രബിൾ ഷൂട്ടർ 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഒരു എമർജൻസി ലാമ്പാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്നും അറിയില്ല, നമുക്ക് എല്ലാം A to Z ചെക്ക് ചെയ്യണം. ഒരു ചൈന മെയ്ഡ് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമർജൻസി ലാമ്പാണ്. ഈ എമർജൻസി ലാമ്പിൻ്റെ കംപ്ലൈൻറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഇതാണ് നമ്മുടെ എമർജൻസി ചൈന മെയ്ഡ് എമർജൻസി ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കി ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ചാർജ് കയറുന്നുണ്ടോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യാം. ചാർജിങ് ഇൻഡിക്കേഷൻ ഉണ്ടോ നോക്കാം. നിലവിൽ ചാർജിങ് ഇൻഡിക്കേഷൻ ഇല്ല, കാണിക്കുന്നില്ല. ചാർജ് കയറുന്നതായിട്ട് കാണിക്കുന്നില്ല. നമുക്കത് അഴിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എമർജൻസിയുടെ ഉൾവശം. ഇതിനകത്ത് കപ്പാസിറ്ററൊക്കെ പൊട്ടി തെറിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററുകളൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ സിലിണ്ടർ കപ്പാസിറ്റർ പൊട്ടിയിട്ടുണ്ട്. ബാറ്ററിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കൂടാണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ LED റെസിസ്റ്റൻസ് ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. SMD റെസിസ്റ്റൻസ് ആണ്, അത് കരിഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റർ പൊട്ടിയിട്ടുണ്ട്. ബാക്കി ഉള്ള എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിനി ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയിൽ വോൾട്ടേജ് ഉണ്ടോ എന്നുള്ളത്. വളരെ കുറഞ്ഞ വോൾട്ട് മാത്രമേ ബാറ്ററിയിൽ കാണിക്കുന്നുള്ളൂ. നമുക്ക് ബാറ്ററി അഴിച്ചൊന്ന് ചാർജിലിടണം. കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഈ ബാറ്ററി ചൈന ബാറ്ററിയാണിത്. ഇത് പോകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഇതിൽ നമുക്കൊരു 12 വോൾട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്യാം. ഇതിലും വളരെ കുറഞ്ഞ വോൾട്ടേജേ ഉള്ളൂ. ഇതിലും സെയിം വോൾട്ടേജാണ് രണ്ടിലും കാണിക്കുന്നത്. ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കാം. തീരെ ചാർജ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ബൂസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ചെറുതായിട്ട് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ബൂസ്റ്റിംഗ് സക്സസ് ആണോ? ഓക്കെ, കുറഞ്ഞു പോകുന്നുണ്ട്. 3 വോൾട്ട് അല്ലെങ്കിൽ താഴോട്ട് തനിയെ പോകുന്നുണ്ട്. അത്രേ കയറിയിട്ടുള്ളൂ.
അതുപോലെ ചാർജ് നിൽക്കുന്നില്ല, ഇതിൽ തീരെയില്ല. അപ്പം നിലവിൽ ഈ 2 ബാറ്ററി പോയതാണ്. പ്ലസ് ഇതിൻ്റെ ചാർജിങ് സെക്ഷനിലുള്ള കപ്പാസിറ്ററും ഡയോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യണം. ശരിക്കും കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ചിട്ട് മൊത്തം അലമ്പായി എന്ന് പറയാം. അതുപോലെ തന്നെ LED-യിലേക്കുള്ള, അതായത് ചാർജിങ് ഇൻഡിക്കേറ്റർ LED-യിലേക്കുള്ള റെസിസ്റ്റൻസ് കരിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു 1K റെസിസ്റ്റൻസ് ആകാനാണ് സാധ്യത. നോർമലി വരുന്നത് 1K ആണ്. ഇവിടെ ഇതിലുള്ളത് SMD റെസിസ്റ്റൻസ് ആണ്. നമുക്ക് SMD തന്നെ ഉണ്ടെങ്കിൽ SMD ഇടാം, ഇല്ലെങ്കിൽ നോർമൽ റെസിസ്റ്റൻസ് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം. ഇനിയുള്ള ഇതിൻ്റെ ഫ്യൂസ് അങ്ങനെയുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ എന്നുള്ളത്. ഇതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ പോയിട്ടില്ല. പ്ലസ് അത് കഴിഞ്ഞിട്ടൊരു ഡയോഡ് വരുന്നുണ്ട് ചാർജിങ്ങിലേക്ക്, അതൊന്നും പോയിട്ടില്ല. ട്രാൻസിസ്റ്റർ ഉണ്ട്, ട്രാൻസിസ്റ്റർ പോയതായിട്ട് കാണിക്കുന്നില്ല. വേറെ ഒന്നും തന്നെ ഇതിനകത്ത് പോയതായിട്ട് കാണുന്നില്ല. LED ബൾബ് പോയിട്ടുണ്ടോ നോക്കാം. LED ബൾബ് പോയിട്ടുണ്ട്, LED ബൾബ് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് പോയ സാധനങ്ങളൊക്കെ മാറ്റിക്കളയാം. LED ബൾബ് പോയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഡ്രൈ ഉണ്ടെങ്കിൽ ഡ്രൈ സോൾഡർ, അതായത് മെയിൻ ഇത് AC സോക്കറ്റ് വരുന്നിടത്ത് ചെറിയ ഡ്രൈ ഉണ്ട്. മറ്റ് ഡ്രൈകളൊന്നും ഇന്നില്ല. ഈ കപ്പാസിറ്റർ നമുക്ക് മാറ്റണം. ഈ കപ്പാസിറ്റർ പൊട്ടിത്തെറിച്ച് പോയതുകൊണ്ട് ഏതാണ് കപ്പാസിറ്റർ നമുക്ക് നോക്കാം. കപ്പാസിറ്ററിൻ്റെ സിലിണ്ടർ ഭാഗം ഇതിനകത്ത് നിന്ന് തന്നെ കിട്ടി നമുക്ക്. ഇത് 100 UF 50 വോൾട്ട് 100 UF 50 വോൾട്ട് കപ്പാസിറ്ററാണ്. അപ്പോൾ അത് മാറ്റണം. LED ബൾബ്, LED ബൾബിൻ്റെ റെസിസ്റ്റൻസ്, ട്രാൻസിസ്റ്ററുകളൊന്നും പോയിട്ടില്ല. ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസിസ്റ്ററുകൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. ബാറ്ററി 4 വോൾട്ട് 1 ആംപിയർ വോൾട്ട് ബാറ്ററിയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ബാറ്ററി നമുക്കിതിൽ കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 4 വോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും 4 വോൾട്ട് ഉണ്ടാവണം. അതിലും 4 വോൾട്ട് ഉണ്ട്. അപ്പോൾ 2 ബാറ്ററിയും പക്കയാണ്. പുതിയ ബാറ്ററി ആണല്ലോ. നമുക്കൊന്ന് കണക്ട് ചെയ്ത് LED സെക്ഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഒരെണ്ണം കൊടുത്തപ്പോൾ തന്നെ LED ഒക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ 2 ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു. LED ഓൺ ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് 2 ടൈപ്പാണ്. LED സിംഗിളുണ്ട്, 2 ഉള്ളതുണ്ട്. നല്ല വെളിച്ചമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ചാർജിങ് സെക്ഷൻ നോക്കണം. ചാർജിങ് സെക്ഷൻ നോക്കാമെന്ന് പറയുമ്പോൾ
ഒരു കപ്പാസിറ്റർ പോയിട്ടുണ്ട്, പ്ലസ് എൽ ഇ ഡി പോയിട്ടുണ്ട്. എൽ ഇ ഡിയിലേക്ക് പവർ പോകുന്ന റെസിസ്റ്റൻസ് കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിനി സെറ്റ് ചെയ്യാനുണ്ട്. എൽ ഇ ഡി എടുത്തിട്ടുണ്ട്. എൽ ഇ ഡി നമുക്ക് അതിലുണ്ടായിരുന്ന റെഡാണ്, നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീനാണ്, റെഡ് ഇവിടെ ഇല്ല. പിന്നെ കപ്പാസിറ്റർ കിട്ടിയിട്ടുണ്ട്, 100 വോൾട്ട് കപ്പാസിറ്റർ ഉണ്ട്. അല്ല 100 വോൾട്ട് അല്ല, 100 UF കപ്പാസിറ്റർ. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് SMD റെസിസ്റ്റൻസ് തന്നെ ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഒരു 1K റെസിസ്റ്റൻസ് ആദ്യം തന്നെ ഇതിൽ സെറ്റ് ചെയ്യാം. 1K. വൺ കെ റെസിസ്റ്റൻസ് നമ്മളവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗ്രീൻ LED അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രീൻ LED അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പാസിറ്ററും കൂടെ അവിടെ സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാം ഗ്രീൻ LED ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചാർജിങ് ഓൺ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കുണ്ടായിരുന്നൊരു പ്രോബ്ലം ചാർജിങ് ആയിരുന്നല്ലോ, ചാർജിങ്ങിൻ്റെയാണ് കപ്പാസിറ്ററൊക്കെ പോയത്. നമുക്കിവിടെ ഒരു AC കോഡ് കണക്ട് ചെയ്യാം, ചാർജിങ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചാർജിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഗ്രീൻ LED ഒരു യെല്ലോ ആയിട്ടാണ് കത്തുന്നത്. കുഴപ്പമില്ല, സംഭവം നടന്നോളൂ. നമ്മുടെ എമർജൻസി ലാമ്പിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററിയുടെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്, അങ്ങനെ നന്നായിട്ട് സോൾവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ എമർജൻസി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോർമലി വരുന്ന ചില കംപ്ലൈൻറ്റുകളാണ്. നമ്മളൊക്കെ വീട്ടിൽ ഇതുപോലത്തെ എമർജൻസികളുണ്ടാവും. അപ്പോൾ ഇതിന് സാധാരണ വരുന്ന, ഇപ്പോൾ ബാറ്ററി പോയി, ഇത് ഉപയോഗിക്കാണ്ട് വെച്ചുകൊണ്ടാണ് ബാറ്ററി പോകുന്നത്. അപ്പോൾ അങ്ങനെ ബാറ്ററി പോയി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത ബാറ്ററി കുറച്ച് തിക്നെസ് കുറവാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് നിർത്തണം.
ഡബിൾ സൈഡ് ടാപ്പ് പോലത്തെ സംഭവങ്ങൾ ഉപയോഗിക്കണം. അത് നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചവിടെ വെക്കാം. സ്ക്രൂ കൂടി ഇട്ടാൽ സെറ്റ്. അപ്പോൾ നമ്മുടെ എമർജൻസി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞ് എമർജൻസിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പോയതായിരുന്നു, പ്ലസ് അതിൻ്റെ ബോർഡിലുള്ള കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറ്റി, LED പോയിട്ടുണ്ട്, അതൊക്കെ മാറ്റി. അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും കാണുന്ന ഒരു എമർജൻസിയാണ്, ഇതുപോലത്തെ എമർജൻസികളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ സർവീസ് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.